ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല നാടൻ കോഴിയുടെ ലിവർ ഫ്രൈ. കുരുമുളക് ഇട്ടൊന്ന് വരട്ടിയെടുത്താലോ? അപ്പോൾ വാ, എളുപ്പത്തിൽ പണി തീർക്കാൻ നമുക്ക് കുക്കർ പിടിക്കാം. ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ ലിവർ പീസസിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ എരിവിനനുസരിച്ചുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ മഞ്ഞൾ പൊടി, അതുപോലെ തന്നെ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് അടിക്ക് പിടിക്കാണ്ടിരിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നാടൻ കോഴിയുടെ ലിവർ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു 3 വിസിലടുപ്പിച്ചെടുക്കാം. വിസിലടി കഴിയുമ്പോഴേക്കും നമുക്ക് ഗ്രേവി ഉണ്ടാക്കാം. അതിനുവേണ്ടി ചൂട് വെളിച്ചെണ്ണയിലേക്ക് ഇതുപോലെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ആഡ് ചെയ്ത് കൊടുക്കാം. സവാള പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ ഫസ്റ്റിൽ തന്നെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ലിവറിൽ നമ്മൾ ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ ഇതിലതിൻ്റെ ബാലൻസ് മാത്രം മതിയാവും. ഇനി ഇതിലേക്ക് നല്ല ഫ്രഷ് കറി ലീവ്സ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ക്രഷ് ചെയ്തെടുത്ത് മാറ്റിയിട്ടുള്ള ജിഞ്ചർ ഗാർലിക്കും കൂടെ ആഡ് ചെയ്യാം. പച്ചമുളകൊക്കെ മാറി നന്നായിട്ട് വാടി വന്നതിന് ശേഷം നമ്മൾ വേവിച്ച് മാറ്റിയിട്ടുള്ള ലിവറും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ തന്നെ ആവശ്യത്തിന് വന്നിട്ടുണ്ട്. നമുക്കിതിൽ വെള്ളം കൂടുതലൊന്നും വേണ്ടാത്തതുകൊണ്ട് അതൊന്ന് വറ്റിച്ചെടുക്കാം. കുരുമുളകിൻ്റെ എരിവ് ഇച്ചിരി കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ഈ സമയത്ത് ഇച്ചിരി കൂടെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നല്ല ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിയില ഇഷ്ടമുള്ള ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇഷ്ടമുള്ള ആളാണെങ്കിൽ ഇച്ചിരി കൂടുതൽ തന്നെ ഇരിക്കട്ടെ. ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, എന്നിട്ട് ആഡ് ചെയ്യാം. നമ്മുടെ മലബാർ സൈഡുകളിൽ ഇത് കല്യാണത്തിൻ്റെ തലയിൽ നോക്കാൻ നമ്മുടെ കിച്ചണിലും ടച്ചിങ് സൈറ്റും ഒക്കെ പോകുന്നൊരു സാധനമാണ്. ഈ ടച്ചിങ് സൈറ്റ് മാത്രമല്ല, ഇത് റൈസിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, പത്തിരിയുടെ കൂടെ, അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെ സുഖമായിട്ട് പോകുന്നൊരു സാധനമാണ്. നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചൂടോടെ സെർവ് ചെയ്താലോ? ചിക്കൻ കറി വെച്ചാൽ ലിവർ കഴിക്കാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾ എന്തായാലും കഴിച്ചു. ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.